മോളെ പോയിട്ടെന്തായി? സ്ഥിരം പരിപാടി തന്നെ. അയാൾ വന്ന് മാന്യം കളിച്ച് ബാക്കി എല്ലാവരെയും മണ്ടന്മാരാക്കിയിട്ട് പോയി. വക്കീൽ എന്ത് പറഞ്ഞു? എന്തു പറയാന്, ഇതൊക്കെ തന്നെ. ഇനിയിപ്പോ നമ്മളെന്താ ചെയ്യാ? ഇതെന്തായാലും ഡിവോഴ്സിലേ ചെന്ന് എത്തുള്ളൂ. അത് മാക്സിമം നീട്ടിക്കൊണ്ടുപോകാൻ മാത്രം ഇയാളെ കൊണ്ട് പറ്റും. എന്നെ ബുദ്ധിമുട്ടിക്കാന്നല്ലാതെ വേറെ യാതൊരു ഉദ്ദേശവും അയാൾക്കില്ല. മോളുടെ മനസ്സിപ്പോഴും വക്കീൽ ഓഫീസിൽ തന്നെയാണോ? ഏയ്, ധ്രുവിന്റെ ഫുട്ബോൾ ക്യാമ്പിൽ വെച്ച് ജിമ്മീനെ കണ്ടിരുന്നു. അതിനിങ്ങനെ നോക്കണ്ട, ജസ്റ്റ് കണ്ടു, കുറച്ചേരം സംസാരിച്ചിരുന്നു, അത്രേ ഉള്ളൂ. എണീറ്റോ? വരാം വരാം. ഇനി ഇതാലോചിച്ച് നേരം വെളുപ്പിക്കണ്ട. മാം ഒരു മിനിറ്റ്. ധ്രുവന്റെ പപ്പയെ ഞാൻ വരുന്ന വഴി കണ്ടിരുന്നു. ഇമോഷണൽ ആയിട്ടാണ് ആള് സംസാരിച്ചത്. പക്ഷെ മാം ആള് ജെന്യൂൻ ആണെന്നാണ് എനിക്ക് തോന്നിയത്. ഇതൊക്കെ കോടതിയിലുള്ള കാര്യങ്ങളല്ലേ അഞ്ജു മാം, വെറുതെ എന്തിനാ ഇതൊക്കെ തലയിലെടുത്ത് വെക്കണേ? ഇനി കണ്ട സംസാരിക്കാൻ നിൽക്കണ്ട. We should be honest, respect the rights and properties of others on internet. Do not use computers to harm other users. Do not use computers to steal others' informations. നമുക്ക് നിർത്താല്ലേ? ഇങ്ങനെ അടച്ചിരിക്കാതെ കേട്ടനും തുറന്നിട്ടെ. യെസ് മാം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് സ്കൂൾ തുറക്കുമ്പോൾ മിക്കപ്പോഴും മഴയായിരിക്കും. വെളിച്ചമില്ലാത്തതുകൊണ്ട് ടീച്ചർമാർ ക്ലാസ്സും എടുക്കില്ല. ഞങ്ങളിങ്ങനെ മഴയൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും. ഈ മൂഡല്ലേ മാം?
നിനക്ക് ഫോണൊന്നും ഓണാക്കി വെച്ചൂടെ? വിളിച്ചിരുന്നോ? ഇല്ല. പുതിയ സ്പേസിലേക്ക് മാറിയെന്ന് കുട്ടിശ്രീ പറഞ്ഞിട്ട് അറിഞ്ഞേ. തിരക്കിട്ട് വന്നുകൊണ്ട് ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. കൊള്ളാലോ, സ്പേസ് കൊള്ളാം. ഓ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞ മറിയം വരാറില്ലേ ഇവിടെ? അവള് ഇതൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഡൗൺ ആവും. ബിസിനസ് പാർട്ണറല്ലേ. ഞാനാകെ ഡിപ്രഷനൊക്കെ അടിച്ച് ഓഫായി നടക്കുന്ന സമയത്താണ് മറിയം ഉണ്ടാവുന്നത്. പിന്നെ അവളുടെ കൂടെ അങ്ങ് കൂടി. ഇപ്പൊ അവള് മിസ് ചെയ്യുന്നുണ്ട്. അന്ന് എൻ്റെ ബാബുജി നിന്നെ കെട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടായ ഞാൻ ഒരു മണ്ടനെ പോലെ ഇരുന്നില്ലേ? അതിപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. അന്നൊക്കെ എനിക്കിതിനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വിട്ടു. ഹസ്ബൻഡായിട്ട് എന്താ പ്രോബ്ലം? നിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ ഇങ്ങനെ ഒരാൾ കൺട്രോൾ ചെയ്ത് എങ്ങനെ ഉണ്ടാവും? നമുക്ക് തിരിച്ചൊന്നും ചെയ്യാൻ കഴിയാതെ. എൻ്റെ പ്രഗ്നൻസി ടൈമിലൊക്കെ എനിക്കിങ്ങനെ കുറേ സംസാരിക്കണം തോന്നുമായിരുന്നു. ആ സമയത്ത് പോലും എൻ്റെ ഒരു ബേസിക് നീഡ് അഡ്രസ്സ് ചെയ്യാൻ അയാൾ ഉണ്ടായിട്ടില്ല. എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാവണം. പക്ഷെ ആരായിട്ടാന്ന് ചോദിച്ചാ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പിന്നെ ഞാനും അത് റിയലൈസ് ചെയ്യാൻ കുറെ ടൈമായി. എനിക്ക് ഒരു കാര്യം കൂടി നിന്റെ അടുത്ത് പറയാനുണ്ട്. ബാ. ഇന്നെന്താ പോവാഞ്ഞേ? നല്ല സുഖം തോന്നുന്നില്ല. പനിയുണ്ടോ? പനിയൊന്നുമില്ലല്ലോ. പിന്നെന്താ? ഫോൺ എടുത്തിട്ടെങ്ങടാ? ഇത് ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഹലോ ഹലോ. ജിക്കാക്കറോട് ഞാൻ മിണ്ടൂല. എന്നെ കാണാൻ വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ. ഞാൻ വരാന്നേ, ഞാൻ കുറച്ച് തിരക്കിലായി പോയി. അപ്പൊ എന്താ എന്നെ അങ്ങോട്ട് കൊണ്ടുപോവാത്തെ? ഞാൻ ഒരു ദിവസം കൊണ്ടുപോകാം. ഉമ്മച്ചി മാവിച്ചിക്ക് അവിടെ? ഇതാ അവിടെ ഉണ്ട്, കൊടുക്ക. വേണ്ട വേണ്ട, അവരെന്ത് ചെയ്യുന്നു? വാപ്പച്ചി ചായ അടിച്ചോണ്ടിരിക്കണ്. ഇന്ന് ഓടാനൊന്നും പോയില്ല. ഉമ്മച്ചി അടുത്തുണ്ട്. വാപ്പച്ചിക്ക് എന്ത് ഈ ബസ് വരാറായി. വന്ന് കഴിക്കേ. ജിക്കാക്ക് എന്ന് വരുമോ? വരാം. ഞാൻ ഇതൊന്ന് ടേസ്റ്റ് നോക്കിയല്ലേ ഉള്ളൂ. ഞാൻ സ്കൂളൊക്കെ കഴിഞ്ഞ് നല്ല ടയർഡായിട്ട് വന്നേക്കാം. ഇനി എടുത്താ ഇടിക്കും. നിങ്ങൾക്കൊന്നും സ്നേഹത്തിന്റെ ഭാഷ അറിയില്ലേ മയ്യം? ഇല്ല. തനി അബ്ദുൽ ഖാദർ. അതന്നെ. ഇവിടെ മറിയം വന്നിട്ടുണ്ട്. അതെന്താ വീട്ടിൽ പോയില്ലേ? ഇല്ല, സ്കൂൾ വിട്ട് നേരെ ഇങ്ങോട്ടേക്ക് തന്നെ പോന്നു. ശരി. എന്നിട്ട് അവിടെ ദേ ഇവിടെ ഉണ്ട്, ഞാൻ കാണിക്കാം. ആള് ചെറിയ ദേഷ്യത്തിലാ. ഇവിടുത്തെ സെറ്റപ്പ് ഒന്നും ആള് വിചാരിച്ച പോലെ നടന്നിട്ടില്ലല്ലോ. അതൊക്കെ നമുക്ക് ശരിയാക്കാന്ന് പറയുന്നേ. ബെസ്റ്റ് ടീമിനോടാ മയ്യം. ഹലോ, എന്താ സ്കൂള് കഴിഞ്ഞു വന്ന ക്ഷീണത്തിലാണോ? ഇവിടെ അങ്ങനത്തെ ഒരാളുണ്ട്, കാണിച്ചേട്ടെ. ഹായ് ഹായ്. എന്താ കഴിക്കണേ? സ്ട്രോബെറി മിൽക്ക് ഷേക്കും പിന്നെ പേസ്ട്രിയും. ഞാനും അമ്മയും ലോക്കിയും കൂടി ബീച്ചിൽ പോവാൻ നിക്ക. നമുക്ക് പോണ ബീച്ച്. ആവശ്യമില്ലാത്ത ഐഡിയ ഒന്നും ഇട്ട് കൊടുക്കല്ലേ കേട്ടോ. അപ്പൊ നമുക്ക് പോവണ്ടേ? പോകാം. ഇപ്പൊ നിങ്ങളൊരു ദിവസം ഇങ്ങോട്ട് വാ, നമുക്ക് എല്ലാവർക്കും കൂടി ബീച്ചിൽ പോവാം. അപ്പൊ ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഇനി ഇറങ്ങിയില്ലെങ്കിൽ ഇവൻ പ്രശ്നം ഉണ്ടാക്കും. ബൈ ബൈ. അടുത്ത
പ്രാവശ്യം എന്തായാലും എന്നെ ബീച്ചിൽ കൊണ്ടുപോകണം. അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ ബീച്ചിൽ കൊണ്ടുപോകും. ഓക്കെ? ജിക്കൊക്കെ ഇഷ്ടം നിത്യ ചേച്ചീനാണല്ലേ? അപ്പൊ ഫിദത്താത്തയോ? പേൻസല്ലേ വൈകി കഴിഞ്ഞാൽ വായിച്ച് ചീത്ത പറയും. ഏ ബാപ്പച്ചി എന്നെ ചീത്തൊന്നും പറയാറില്ല. ആണോ? ഉം. ശരി. ബൈ. എടോ, ശരിക്കും നമ്മുടെ പ്ലാൻ എന്താ? നമ്മളിത് പ്രൊസീഡ് ചെയ്യുന്നുണ്ടോ? ഒന്നിനും ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. എത്തിക്കാൻ മോനും സുഖമല്ലേ? എൻ്റെ വീട്ടിലെൻ്റെ പ്രേമമൊക്കെ പിടിച്ചിട്ട് പാപ്പച്ചി എന്നെ നാട് കടത്തിയത് ദുബായിക്കായിരുന്നു. അവിടെ മൂത്തുമാരുടെയൊക്കെ റിലേഷനിലുള്ളൊരു കമ്പനിയിലായിരുന്നു. 6 വർഷമാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ നാട്ടിൽ വന്നിട്ടില്ല. അവിടെ അങ്ങനെ ആരുമായിട്ടും എനിക്കൊരു കമ്മ്യൂണിക്കേഷനൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാർഗോ ബോക്സിൻ്റെ ഇടയിലായിരുന്നു എൻ്റെ ജീവിതം ഈ 6 വർഷവും. അതൊക്കെ വിട്ട് ഞാൻ നാട്ടിലെത്തിയിട്ട് എനിക്ക് മനസ്സിലായ കാര്യം, എനിക്ക് മനുഷ്യരായിട്ട് കാര്യങ്ങൾ പറയാനും മിണ്ടാനും ഒരു ഇച്ചിരി പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും തന്നോടൊക്കെ എനിക്ക് കറക്റ്റായിട്ടൊന്നും മിണ്ടാൻ പറ്റാതെ. എടോ സോറി. ഒരു സോറി പറയാനാണോ ഇത്രയും കഥ പറഞ്ഞേ? ജിമ്മി ഇനി ജിമ്മിക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്താൽ മതി. തനിക്ക് വിഷമമൊന്നുമില്ലേ? വിഷമല്ല ഞാൻ പറയില്ല, ചില വിഷമൊക്കെ അങ്ങനെ കിടക്കും. ആ സാരമില്ല. ഇവിടെ മുതൽ കാണാൻ പറ്റുന്നില്ലേ? ഇവിടെ ഇത്ര ഏരിയ ഉണ്ട് മൊത്തം. കുറച്ച് പണി പെൻഡിങ് ഉണ്ട്. ഇതാണ് ഓഫീസ് ഏരിയ. ഇത്രയുണ്ട്. നിന്റെ പ്ലാൻ എന്താ? കുറച്ച് പരിപാടികൾ. ഏതായാലും നീ കാറൊന്നും വെക്കാൻ നിൽക്കണ്ട, നമുക്ക് കാര്യങ്ങളൊക്കെ ശരിയാക്കാം. ഓഫീസിൽ എനിക്കൊരു ടേബിളും ചെയറും കൂടി ഇട്ടേക്ക്. മൂത്താപ്പനെയും കൊച്ചാപ്പനെയും കൂട്ടി കച്ചവടം തുടങ്ങണ്ട. നമുക്ക് നമ്മുടെ രീതിയിൽ കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. എന്തേ, എന്തു പറയണു? നീ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. ബാക്കി നമുക്ക് നോക്കാം. നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട കേട്ടോ? ശരി 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 ശരി. ഹലോ ജിക്കാക്ക. ഒരു പുതിയ വിശേഷമുണ്ട്. എന്താ? മിക്കാക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗാരേജ് തുടങ്ങാനുള്ള ഫണ്ട് മിക്കാക്ക് തരാന്ന് പറഞ്ഞു. ശരിക്കും? ഇതൊന്ന് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? പിന്നെ അല്ലാതെ. നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? പെട്ടെന്ന് റെഡിയാവും. ഞാൻ ദേ എത്തി. ഞാൻ ഇപ്പൊ റെഡിയാവാം.
വാ. ഇരിക്കി ആ. ഇരിക്ക്. ജിമ്മിക്കൊരു കാര്യം അറിയോ? നീ പണ്ടിങ്ങനെ ഓടാൻ റെഡിയായിട്ട് നിൽക്കുമ്പോഴേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ എനിക്കിതിൻ്റെ ഒരു നോട്ടം കിട്ടും. ഒരു ചെറിയൊരു ഗ്ലാൻസ്. ആ നോട്ടത്തിന്ന് എനിക്ക് കിട്ടാറുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടേന്ന് എനിക്കറിയില്ല. അത് ഞാൻ പിന്നെയും എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇപ്പോഴാ. I feel so peaceful now. ജിമ്മി, നീ വണ്ടി എടുക്ക. വണ്ടി എടുക്ക ജിമ്മി, ഞാൻ പറയാം. എടോ എന്താ പ്രശ്നം? എന്തോ പെട്ടെന്ന് ഇങ്ങനെ? ഞാനെന്തെങ്കിലും റോങ് ചെയ്തിട്ടാണോ? എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് പറയേ. താനിങ്ങനെ പാനിക്കാവുന്നത് കണ്ടുകൊണ്ടല്ലേ ചോദിക്കുന്നത്. അവിടെ വരുണുണ്ടായിരുന്നു. അയാൾ എന്ത് ചെയ്യാനാ? നമ്മളിവിടെ ഇല്ല എല്ലാവരും. നമുക്ക് നോക്കാം. നീ കണ്ണുടക്കി. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാം. ജിമ്മിക്കത് മനസ്സിലാവില്ല. നിനക്കിതിലൊന്നും ചെയ്യാനുമില്ല. ജിമ്മി പോയിക്കോ. ശ്രീ, നീ നാളെ ഫ്രീ ആണോ? ഫ്രീ ആണോന്ന് വെച്ചാൽ ഷോറൂമിലുണ്ടാവും. എന്താടാ? എനിക്കൊന്ന് കാണണം. ആടാ, നീ ഷോറൂമിലേക്ക് വന്നാൽ ഞാനവിടെ കാണും. ശരി, ഓക്കെ, ശരി. നിത്യമായിട്ടുള്ള കേസ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് രണ്ടുപേർക്കും ബുദ്ധിമുട്ടല്ലേ? ജിമ്മിക്ക് ഞാനും നിത്യമായിട്ടുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഇല്ല. അതാണ്. ഇതേ സെയിം അവസ്ഥയാണ് എൻ്റേത്. എനിക്കും അറിയത്തില്ല നിത്യക്ക് എന്നോട് എന്താ പ്രശ്നമുള്ളതെന്ന്. ജിമ്മി എൻ്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കി നോക്ക്.
ജസ്റ്റ് അസ്യൂം നിത്യ ജിമ്മിയുടെ വൈഫാണ്. ഈ നിത്യയും പിന്നെ നമ്മുടെ ഈ ശ്രീനാഥ്, ഇവർ രണ്ടുപേരും ഒരുമിച്ച് പലയിടത്ത് ഇരിക്കുന്നതായിട്ട് ജിമ്മി കാണും. അപ്പോൾ ജിമ്മി എന്താ വിചാരിക്കാം, അവർ നല്ല ഫ്രണ്ട്സാണ്, അവർക്ക് പലയിടത്ത് വെച്ച് കാണാൻ പറ്റും, മീറ്റ് ചെയ്യാൻ പറ്റും, ഇറ്റ്സ് കൂൾ അല്ലേ? അല്ലേ ശ്രീനാഥ്? കണ്ടോ, ശ്രീനാഥനൊക്കെ. പക്ഷേ ഇതേ രണ്ടുപേരും മറ്റേ തരത്തിൽ ഒരുമിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടാൽ അപ്പം ജിമ്മി എന്ത് ചെയ്യും? നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതും പോരാഞ്ഞ് ഈ ശ്രീനാഥ് ജിമ്മിയുടെ വീട്ടിൽ വന്ന് കേസെല്ലാം ഒത്തുതീർപ്പാക്കണം എന്ന് പറഞ്ഞ് ഉപദേശിച്ചാൽ കൊല്ലണ്ടേ അവനെ. മാം, ആ നിത്യ, എങ്ങനെയുണ്ട് നിത്യ ക്ലാസ്സൊക്കെ? നന്നായി പോകുന്നു മാം. ഞാൻ വിളിപ്പിച്ചത് എന്തിനാണെന്നറിയോ? വരുൺ ഇവിടെ വന്നിരുന്നു. നിങ്ങളെ പറ്റി വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. ഫോൺ എടുത്തിട്ട് ചില വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണിച്ചു തരാൻ തുടങ്ങി. ഇവിടെയുള്ള സ്റ്റാഫിൻ്റെ പേഴ്സണൽ കാര്യത്തിലൊന്നും ഇടപെടേണ്ട ആവശ്യം എനിക്കില്ല. ബട്ട് സ്കൂളിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന എന്ത് സംഭവിച്ചാലും എനിക്ക് ഇൻ്റർഫിയർ ചെയ്തേ പറ്റൂ. വരുണിന് മകനെ പറ്റി ഒരു കൺസേൺ ഉണ്ടായിരുന്നു. മോറലി റോങ് ആയ ഒരു ടീച്ചർ പഠിപ്പിക്കുന്ന സ്കൂളിൽ മകൻ പഠിക്കണ്ട എന്നാണ് അയാൾ പറയുന്നത്. ഈ വിഷയത്തിൽ ഒരു സഡൻ ആക്ഷൻ എടുത്തില്ലെങ്കിൽ അയാൾ PTA മാനേജ്മെന്റിനെ അറിയിക്കുമെന്ന് ത്രെട്ടൺ ചെയ്യുകയും ചെയ്തു. I don't know how you are going to deal with this, but മറ്റു പേരൻസിലേക്ക് ഇത് എസ്കലേറ്റ് ചെയ്താൽ I cannot stand with you. മനസ്സിലാവുന്നുണ്ടോ? യെസ് മാം. അച്ഛാ, നീ ഫ്രീ ആണോ? അതെ. വരുൺ ഒന്ന് വീട്ടിൽ വന്ന് മൊബൈലിൽ കുറച്ച് വീഡിയോസും ഫോട്ടോസും കാണിച്ചു. അത് ഞാൻ മോൾക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണാം. നോക്കാം. ജിമ്മി, ഒരു പ്രശ്നമുണ്ട്.